നമസ്കാരം. PK ലേണിംഗ്സിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആലപ്പുഴ ജില്ല തുടങ്ങുകയാണ്. ആലപ്പുഴ ജില്ല നമ്മൾ തുടങ്ങുന്നത് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലാണ്. ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങര ക്ഷേത്രം നമ്മുടെ SNDPയുടെ വെള്ളാപ്പള്ളി നടേശനുമായിട്ടൊക്കെ എപ്പോഴും ചേർത്ത് പറയുന്നൊരു ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം പഞ്ചായത്തിലാണ് കണിച്ചുകുളങ്ങര. ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ആദിപരാശക്തി, അതായത് ഓങ്കാരം ഉണ്ടായ സമയത്തുണ്ടായ ദേവീ ചൈതന്യം എന്ന അർത്ഥത്തിലുള്ള ആദിപരാശക്തിയാണ്. ആദിപരാശക്തിയെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ദുർഗയായിട്ടാണ് അതിൻ്റെ ആരംഭം. പിന്നീട് അത് ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും എല്ലാം ഉള്ള വകഭേദമുള്ള ആ ആദിപരാശക്തിയായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. അഷ്ടകരങ്ങളോടുകൂടി 8 കൈകളോട് കൂടിയ അങ്ങനെ ഒരു ചിത്രം നമ്മൾ പലപ്പോഴും ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ആദിപരാശക്തിയാണ്, അഷ്ടകരങ്ങളോട് കൂടിയ ആദിപരാശക്തിയാണ് ഇവിടുത്തെ പ്രധാന ദേവത. പിന്നെ വടക്കേ മലബാറിൽ നിന്നും കപ്പൽ മാർഗം തെക്കൻ കേരളത്തിലേക്ക് ഭഗവതി വന്ന ക്ഷേത്രം ഇതാണ് എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ വടക്കേ മലബാറിൽ നിന്നും കപ്പൽ മാർഗം തെക്കൻ കേരളത്തിലേക്ക് വന്ന ഭഗവതിയാണ് കണിച്ചുകുളങ്ങര ദേവി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലിൽ കളിച്ചു വളർന്ന ദേവി എന്ന വിശ്വാസത്തിൽ ആദ്യം കളിച്ചുകുളങ്ങര എന്ന ദേവിയായും പിന്നീട് കാലക്രമേണ അതിനെ കണിച്ചുകുളങ്ങരയായും മാറി. ഇങ്ങനെയാണ് ഈ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ പേര് വരാൻ കാരണം. പിന്നെ വരിക്കപ്ലാവിൽ തീർത്ത ഹരിതവർണ്ണ നിറത്തിലുള്ള വിഗ്രഹമാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ മറ്റൊന്നും ഇവിടെ പഠിക്കാനില്ല. ആലപ്പുഴ ജില്ല മാരാരിക്കുളം പഞ്ചായത്തിലാണ്. അഷ്ടകരങ്ങളോട് കൂടിയ ആദിപരാശക്തിയാണ് ഇവിടുത്തെ ദേവത, പ്രധാന ദേവത. ഉപദേവതമാരുണ്ട്. പിന്നെ കപ്പൽ കളിച്ചു വളർന്ന ദേവി എന്ന വിശ്വാസത്തിൽ ആദ്യം കണിച്ചുകുളങ്ങര ദേവിയായും കാലക്രമേണ അത് കളിച്ചുകുളങ്ങര ദേവിയായും പിന്നീട് അത് കണിച്ചുകുളങ്ങര ഭഗവതി അറിയപ്പെട്ടു. വരിക്കപ്ലാവിൽ തീർത്ത ഹരിതവർണ്ണ ഭാവത്തിലുള്ള വിഗ്രഹമാണ് ഇവിടുത്തെ പ്രത്യേകത. വടക്കേ മലബാറിൽ നിന്നും കപ്പൽ മാർഗം തെക്കൻ കേരളത്തിലേക്ക് ഭഗവതി വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ആദിമൂലം വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഒരു നാഗരാജ ക്ഷേത്രമാണ് ഈ ആദിമൂലം വെട്ടിക്കോട്ട് ശ്രീ നാഗരാജ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കേരളത്തിലെ പുരാതനമായ നാഗക്ഷേത്രങ്ങളിലൊന്നാണ് ഞാൻ പറഞ്ഞു. അതാണ് ആദിമൂലം എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ നാഗദൈവ ക്ഷേത്രങ്ങളുടെ ഒരു മൂലസ്ഥാനമായി കരുതുന്ന ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതുകൊണ്ടാണ് ഇതിനെ ആദിമൂലം എന്നറിയപ്പെടുന്നത്. തനത് രൂപത്തിലുള്ള അനന്തപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ആദിമൂലം എന്ന് പേര് വന്നത്. പരശുരാമൻ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിന് മുകളിൽ പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഇവിടെ വെട്ടിക്കോട്ട് എന്ന പേര് ലഭിച്ചത്. അപ്പോൾ ഓർമ്മിക്കുക, വെട്ടിക്കോട്ട് എന്ന് പേര് ലഭിച്ചത് പരശുരാമൻ തൻ്റെ മഴുകൊണ്ട് മണ്ണ് വെട്ടിക്കൂട്ടി അതിന് മുകളിൽ നാഗപ്രതിഷ്ഠ നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ആദിമൂലം വെട്ടിക്കോട്ട് എന്ന പേര് വന്നത്. അപ്പോൾ വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന നാഗലിംഗ പുഷ്പങ്ങൾ എന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ട് തന്നെ 1000ഓളം പുഷ്പങ്ങൾ വിരിയുകയും അതിനോട് ചേർന്ന ചെറിയ കുരുക്കളും ഉണ്ടാവുന്നതാണ്, ചെറിയ കായ്കളും ഉണ്ടാവുന്നതാണ് ഈ നാഗലിംഗ പുഷ്പങ്ങൾ. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഫോട്ടോ കിട്ടും. പിന്നെ ഇവിടെ ഉരുളി കമഴ്ത്തൽ വഴിപാട്, അതായത് ദമ്പതിമാർ സന്താന ലബ്ധിക്കായിട്ട് ഉരുളി കമഴ്ത്തൽ, അതിവിടെ മാത്രമല്ല പല ക്ഷേത്രങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഒന്നാണ് ഈ ആദിമൂലം വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രം. പിന്നെ കശ്യപ കുലാദികളായ അഷ്ടനാഗങ്ങൾ മഹാദേവ സമേതം പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ഏക അഷ്ടനാഗ സങ്കേതമാണ്. അതായത് ഈ നാഗദൈവങ്ങളുടെയും ദേവന്മാരുടെയും എല്ലാം പിതാവായി കരുതുന്ന കശ്യപ മുനിയുടെ പരമ്പരയിൽപ്പെട്ട കശ്യപ കുലാദികളായ അഷ്ടനാഗങ്ങൾ 8 നാഗങ്ങൾ മഹാദേവൻ്റെ പരമശിവൻ സമേതം പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ഏക കേരളത്തിലെ ക്ഷേത്രമാണ് ഇത്. പിന്നെ കന്നിമാസത്തിലെ ആയില്യം നാൾ, നമുക്കറിയാം ആയില്യം നാഗരുട്ട്, അത് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവമായിട്ട് കരുതുന്നത്. കന്നിമാസത്തിലെ ആയില്യം നാളിലാണ് ഇവിടുത്തെ ഉത്സവം നടത്താറുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രമാണ്. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം. അപ്പോൾ 108 ശിവാലയങ്ങളിൽ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ ഭഗവാൻ പരമശിവൻ
തപസ്സി ഭാവത്തിൽ അല്ലെങ്കിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഭാവത്തിൽ പാതി മിഴി അടച്ച് പിന്നെ തപസ്സി ഭാവത്തിലിരിക്കുന്ന ആ പരമശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവരാത്രിയോടനുബന്ധിച്ച് തിടമ്പ് നൃത്തം നടക്കുന്ന തെക്കൻ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം തിടമ്പ് നൃത്തം എന്ന് പറയുന്നത് ദേവൻ്റെ തിടമ്പായിട്ട് കരുതുന്ന അല്ലെങ്കിൽ ആ വിഗ്രഹം തലയിൽ വെച്ചുകൊണ്ട് ഒരാൾ നിന്ന് നൃത്തം ചെയ്യുന്ന ഒരു ഇതാണ് തിടമ്പ് നൃത്തം എന്ന് പറയുന്നത്. ഇത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ അല്ലെങ്കിൽ വടക്കൻ മലബാർ ഭാഗങ്ങളിലെ ഉള്ള ഒരു കലാരൂപമാണ്. ഇത് നടത്തുന്ന തെക്കൻ കേരളത്തിലെ ഏക ക്ഷേത്രം ഈ മാന്നാർ തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്രമാണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ചതുശതവും കളഭാഭിഷേകമാണ്. ചതുശതം എന്താണെന്ന് ചോദിച്ചാൽ ശതം 100, പിന്നെ 4x100 4 വിഭവങ്ങൾ ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു വഴിപാടാണ് ചതുശതം. പിന്നെ ഇടിച്ചു പിഴിഞ്ഞ് പായസം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് ചതുശതം. അതായത് ഉണക്കലരി, ശർക്കര, തേങ്ങ, കദളിപ്പഴം എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന ഒരു വഴിപാടാണ് ഈ ചതുശതം. അതുപോലെ കളഭാഭിഷേകം, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ദേവന് കളഭാഭിഷേകം ചെയ്യുന്നത് എല്ലാ അമ്പലങ്ങളിലും ഉള്ളത് തന്നെയാണ്. പിന്നെ വൃശ്ചിക മാസത്തിലെ അഷ്ടമി കൊടിയേറി 10 ദിവസം ഉത്സവം. ശിവരാത്രി ഉത്സവം പ്രധാനമാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഗജപൂജയും ആനയൂട്ടമുണ്ട്. ഗജപൂജയും ആനയൂട്ടും ഉള്ള ഒരു ക്ഷേത്രമാണ് മാന്നാർ തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്രം. നമ്മൾ പറഞ്ഞു 108 ശിവാലയങ്ങളിൽ ഒന്നാണ്. തപസി ഭാവത്തിലുള്ള ദേവനാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് തിടമ്പ് നൃത്തം അരങ്ങേറുന്ന തെക്കൻ കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. പിന്നെ ചതുശതം ഓർമ്മിക്കുക, ചതുശതവും കളഭാഭിഷേകവുമാണ് പ്രധാന വഴിപാടുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഉൽപ്പന്നങ്ങൾ ചേർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു വഴിപാടാണ് ഈ ചതുശതം. പിന്നെ ഗജപൂജയും ആനയൂട്ടുമുള്ള ഒരു ക്ഷേത്രമാണിത്. അടുത്തത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തുറവൂർ മഹാക്ഷേത്രമാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഉത്സവം, അതായത് ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഡിസംബർ മാസങ്ങളിലേക്കാണ്, ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. എന്നാൽ തിരുവിതാംകൂർ പ്രദേശത്ത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ തുടക്കം ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. തുറവൂർ മഹാക്ഷേത്രത്തിലാണ്. ഏകദേശം ഒക്ടോബർ മാസത്താണ് ഇവിടുത്തെ ഉത്സവം. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലാണ് ഈ ക്ഷേത്രം. ആലപ്പുഴ ജില്ല ചേർത്തലയോട് അനുബന്ധിച്ചുള്ള തുറവൂരിലാണ് ക്ഷേത്രം. ഭാരതത്തിലെ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നാണ്. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരേ നാലമ്പലത്തിനകത്ത് തുല്യ പ്രാധാന്യമുള്ള വിഷ്ണു ഭഗവാന്റെ 2 ഭാവങ്ങൾ, 2 മൂർത്തികൾ കുടികൊള്ളുന്ന, 2 പ്രതിഷ്ഠകൾ കുടികൊള്ളുന്ന നിലകൊള്ളുന്ന ക്ഷേത്രമാണ് ഈ തുറവൂർ മഹാക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് തെക്കനപ്പനും വടക്കനപ്പനും. വടക്കേ ശ്രീകോവിൽ വടക്കനപ്പൻ എന്ന പേരിലുള്ള എന്നറിയപ്പെടുന്ന ഉഗ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയും തെക്ക് ശ്രീകോവിൽ തെക്കനപ്പൻ എന്നറിയപ്പെടുന്ന ശ്രീ മഹാ സുദർശനമൂർത്തിയും സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. അങ്ങനെ ഒരു ശ്രീകോവിൽ തന്നെ 2 പ്രതിഷ്ഠകൾ, വൈഷ്ണവ ഭാവത്തിലുള്ള 2 പ്രതിഷ്ഠകൾ നിലകൊള്ളുന്ന ക്ഷേത്രമാണിത്. അതായത് വടക്കനപ്പൻ എന്ന് പറയുന്നത് വടക്കേ ശ്രീകോവിലിൽ ഉഗ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയും തെക്ക് ശ്രീകോവിൽ തെക്കനപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ മഹാ സുദർശനമൂർത്തിയും നിലകൊള്ളുന്നു. ഇത് രണ്ടും വിഷ്ണുവിൻ്റെ 2 ഭാവങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞു തിരുവിതാംകൂർ പ്രദേശത്തെ ക്ഷേത്രങ്ങളുടെ ഉത്സവം കുറിക്കുന്ന ക്ഷേത്രം ഈ തുറവൂർ മഹാദേവ ക്ഷേത്രമാണ്. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു പിന്നെ കലണ്ടർ വർഷം അല്ലെങ്കിൽ ഒരു ഉത്സവ വർഷം ആദ്യമായിട്ട് ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രം, അതിൻ്റെ തുടക്കം കുറിക്കുന്ന ക്ഷേത്രം ഈ തുറവൂർ ശ്രീ മഹാക്ഷേത്രത്തിലാണ്. പിന്നെ തിരുവാതിര വിളക്ക് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, തുറവൂരിലാണ്, ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലാണ്. ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ 108 വിഷ്ണു മഹാക്ഷേത്രങ്ങളിലൊന്നാണിത്. ഒരേ നാലമ്പലത്തിനകത്ത് തുല്യ പ്രാധാന്യത്തോടെ 2 പ്രതിഷ്ഠകൾ, തെക്കനപ്പനും വടക്കനപ്പനും. വടക്കനപ്പൻ എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയും തെക്കനപ്പൻ എന്ന് പറയുന്നത് മഹാസുദർശനമൂർത്തിയുമാണ്. പിന്നെ തിരുവിതാംകൂർ പ്രദേശങ്ങളിലെ ഉത്സവങ്ങൾ തുടങ്ങുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഏകദേശം ഒക്ടോബർ മാസങ്ങളിലാണ് ഇത് ഉത്സവം ആരംഭിക്കുന്നത്. പിന്നെ തിരുവാതിര വിളക്ക് പ്രശസ്തമാണ്. ഇത്രയുമാണ് ഇവിടെ പറയാനുള്ളത്. ആലപ്പുഴ ജില്ലയിലെ തൃപ്പുലിയൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത്. ഏത്? ആലപ്പുഴ ജില്ലയിൽ തൃപ്പുലിയൂർ പിന്നെ മഹാവിഷ്ണു ക്ഷേത്രം. പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ, ഒന്നാമൻ യുധിഷ്ഠിരൻ, രണ്ടാമൻ ഭീമൻ, മൂന്നാമൻ അർജുനൻ, നാലാമൻ പിന്നെ നകുലനും സഹദേവനും. അശ്വിനി ദേവതന്മാർക്കുണ്ടായ മാദ്രിയിലുണ്ടായ മക്കളാണ് നകുലനും സഹദേവനും. മറ്റു 3 കുന്തിയിൽ ഉണ്ടായ മക്കളാണ്. അപ്പോൾ
പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ പ്രതിഷ്ഠിച്ച തൃപ്പുലിയൂർ മഹാദേവ ക്ഷേത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചപാണ്ഡവർ നിർമ്മിച്ച അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഭീമ തിരുപ്പതി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. ഭീമൻ്റെ ഗദയുടെ പ്രതിഷ്ഠ, ഭീമൻ്റെ ഗദ അറിയപ്പെടുന്ന പേര് മയദത്തം എന്നാണ്. മയദത്തം, ഭീമൻ്റെ ഗദ, മയദത്തം എന്ന ഗദയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇതിൽ തന്നെ ഒരു ഗദ, നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഗദയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ മയദത്തം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മയദത്തം എന്ന ഭീമൻ്റെ ഗദ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം തൃപ്പുലിയൂർ ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം. പിന്നെ പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ സ്ഥാപിച്ച ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഭീമൻ നമ്മുടെ ദുര്യോധനൻ്റെ അന്തകനായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ കഥകളി അവതരിപ്പിക്കുമ്പോൾ ദുര്യോധനവധം കഥകളി ആടുകയില്ല എന്നുള്ള കാര്യം. അപ്പോൾ ദുര്യോധനവധം കഥകളി ആടാത്ത ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായി പറയണം ഏതാണ്? തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രമാണ്. പിന്നെ കാര്യസാധ്യത്തിനായിട്ട് കാവടി നേർച്ച നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ഇതൊരു സുബ്രഹ്മണ്യ ക്ഷേത്രം അല്ലെങ്കിലും കാവടി നേർച്ച നടത്തുന്നുണ്ട്. നരസിംഹഭാവത്തോടു കൂടിയ വിഷ്ണുവിന് 10 അവതാരങ്ങളുണ്ട്. അതിൽ നരസിംഹ ഭാവത്തോടു കൂടിയ വിഷ്ണു ചതുർബാഹു രൂപത്തിൽ, 4 കൈകളോട് കൂടിയ വിഷ്ണു ഭഗവാന്റെ നരസിംഹമൂർത്തിയുടെ ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. ചതുശതം നേരത്തെ പറഞ്ഞു, ആ ചതുശതമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ കരിമാണിക്കത്തുമല എന്ന ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കരിമാണിക്കത്തുമല കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണിത്, തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം. ഇത് ഭീമൻ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കുന്നു. അതിന് തെളിവായിട്ട് ഭീമൻ്റെ മയദത്തം എന്ന് പറയുന്ന ഗദയുടെ രൂപം മുൻപിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചപാണ്ഡവരിലെ രണ്ടാമനായ ഭീമൻ്റെ സ്ഥാപിച്ച ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഭീമ തിരുപ്പതി എന്നറിയപ്പെടുന്നു. കരുമാണിക്കത്തുമല എന്ന ചെറിയ കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കാവടി നേർച്ച നടത്തുന്ന ക്ഷേത്രമാണിത്. കഥകളി അരങ്ങേറുമ്പോൾ ദുര്യോധനവധം കഥകളി ആടാത്ത ക്ഷേത്രമാണിത്. നരസിംഹഭാവത്തോടു കൂടിയ ചതുർബാഹു രൂപത്തിലാണ് ഇവിടെ വിഷ്ണുവിൻ്റെ ഭാവം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പ്രതിഷ്ഠ ഉള്ളത് ചതുശതമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. പിന്നെ തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ച് ഇനി പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ആദ്യമായാണ് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ തകഴി പഞ്ചായത്തിലാണ്. അമിതമായ പ്രാധാന്യമൊന്നുമില്ല, 1-2 വഴിപാടുകളാണ് ഇവിടുത്തെ പ്രാധാന്യം. ചേർത്തല പഞ്ചായത്തിലെ ഒരു വളരെ പ്രശസ്തമായ ഏറ്റവും പുരാതനമായ ക്ഷേത്രമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പിന്നെ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ഒരു ജനപ്രിയ ആചാരമാണ് കളമെഴുത്തും പാട്ടും. നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ് കളമെഴുത്തും പാട്ടും. കൂടുതലും ദേവീക്ഷേത്രങ്ങളാണ് നടക്കുന്നത്. ഇത് ശാസ്താക്ഷേത്രമാണ്. പിന്നെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് കുത്തി വറുത്ത പൊടി, പിന്നെ വല്യെണ്ണയാണ് കേട്ടോ, വല്യെണ്ണ ഓർമ്മിക്കുക. കുത്തിവറുത്ത പൊടിയും വല്യെണ്ണ എന്ന് പറയുന്ന ഒരു ഔഷധക്കൂട്ടുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. ഇത് വാതരോഗികൾക്ക് ഈ വല്യെണ്ണ എന്ന് പറയുന്നത് വളരെ ഔഷധമാണ്, ഓർമ്മിക്കുക. ആലപ്പുഴ ജില്ലയിലെ തകഴി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് കളമെഴുത്തുപാട്ട്, പിന്നെ കുത്തിവറുത്ത പൊടി, പിന്നെ വല്യെണ്ണ എന്നിവ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. വാതരോഗികൾക്ക് ഈ എണ്ണ വളരെ ഔഷധമാണ്, ഓർമ്മിക്കുക. നമ്മളിവിടുത്തെ ഉത്സവങ്ങൾ പറയാത്തത് ഒരു പ്രാധാന്യവും നമുക്ക് പരീക്ഷകളിൽ വരാത്തതുകൊണ്ടാണ്. അടുത്ത് പഠിക്കാനുള്ള തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. കൈവിഷം, നമ്മുടെ നാട്ടിൽ പഴമക്കാരിൽ ഉണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമാണ് കൈവിഷം. അവന് കൈവിഷം കൊടുത്തു, അവൻ അങ്ങനെ പെരുമാറുന്നു. പിന്നെ പല ഭാര്യ ഭർത്താക്കന്മാരും പിന്നെ അമ്മയും അച്ഛനോട് സ്നേഹം കുറയും പറയും അവളവന് കൈവിഷം കൊടുത്തു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന കുറേ കാര്യങ്ങളാണ്. ആ കൈവിഷം പിന്നെ ആഭിചാര ദോഷമാണ് കേട്ടോ, ആഭിചാര ദോഷം, പിന്നെ ശത്രുദോഷം. അപ്പോൾ ഇങ്ങനെയുള്ള എന്നും അകറ്റുന്നതിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. ശത്രുസംഹാര പൂജയെല്ലാം ചെയ്യുന്നത് മറ്റ് ശത്രുക്കളെ ഒതുക്കാനല്ല, നമ്മുടെ മനസ്സിലുള്ള
പലതരം ശത്രുക്കൾ, അത് അസൂയ, പിന്നെ കുശുമ്പ്, അങ്ങനെയുള്ള വൈരാഗ്യബുദ്ധി, ഇങ്ങനെയുള്ള ശത്രുക്കളെ ഒതുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ശത്രുദോഷം, അഭിചാര ദോഷം, കൈവിഷം ഇങ്ങനെ എന്നിവ അകറ്റുന്നതിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായിട്ട് അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുവിഴ ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ഈ പ്രശസ്തിക്ക് പ്രധാനപ്പെട്ട കാരണം ഈ കൈവിഷം ഇറക്കുന്ന ഒരു പച്ചമരുന്ന് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ പച്ചമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കൈവിഷം ഏൽക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പഞ്ചായത്തിൽ, നമ്മുടെ വിശ്വാസമാണ് ഇതൊക്കെ, യാഥാർത്ഥ്യ ബോധവുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമുക്ക് നമ്മുടെ വിഷയത്തിൽ പഠിക്കേണ്ടതായതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ പറയേണ്ടി വരുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണെന്ന് അറിയാം. എന്നിരുന്നാലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രം. കൈവിഷം, ആഭിചാര ദോഷം, ശത്രുദോഷം എന്നിവ അകറ്റുന്നതിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. പ്രശസ്തി കാരണം കൈവിഷം ഇറക്കുന്ന പച്ചമരുന്നാണ്. നമുക്കിനിയും പഠിക്കാനുള്ളത് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ചേർത്തല പട്ടണ മധ്യത്തിലാണ് മഹാക്ഷേത്രം എന്ന ഖ്യാതി നേടി കാർത്യായനി ക്ഷേത്രം. ചേർത്തല പട്ടണ മധ്യത്തിലാണ്. കാർത്യായനി എന്ന് പറയുന്നത് ദേവിയുടെ 3 ഭാവങ്ങളും ചേർന്ന് വരുന്നതാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി 3 ഭാവങ്ങളും ചേർന്ന് വരുന്ന ഈ കാർത്യായനി ദേവിയുടെ ഭാവമാണ് കാർത്യായനി ക്ഷേത്രത്തിനുള്ളത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകത, എല്ലാ ക്ഷേത്രങ്ങളും കൊടിയേറ്റോട് കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നതെങ്കിൽ ഇവിടെ ഉത്സവം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടിയേറ്റ് നടക്കുന്നത്. അപ്പോൾ കൊടിയേറ്റിന് മുമ്പ് ഉത്സവം ആരംഭിക്കുന്ന ക്ഷേത്രമാണിത് എന്ന കാര്യം ഓർമ്മിക്കുക. സ്വയംഭൂവായ, ആരും പ്രതിഷ്ഠ നടത്താത്ത, സ്വയം ഉയർന്നു വന്ന കാർത്യായനി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാർത്യായനി ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 ദേവീഭാവങ്ങളും ചേർന്ന് വരുന്ന സംക്ഷിപ്ത രൂപമാണ് കാർത്യായനി ദേവി. പിന്നെ കോഴിയങ്കം എന്ന് വെച്ചാൽ കോഴി പറത്തൽ എന്നാണ് പറയുന്നത്. കോഴിയെ പറത്തൽ, പണ്ട് കോഴി അംഗങ്ങളുള്ള ക്ഷേത്രങ്ങളായിരിക്കാം, ഇപ്പോൾ അതിന് കോഴി പറത്തലാണുള്ളത്. കോഴിയെ പറത്തി വിടുന്ന ചടങ്ങ്. പിന്നെ പൂരപ്പാട്ടും, കോഴി അംഗവും പൂരപ്പാട്ടും നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കാർത്യായനി ക്ഷേത്രം. തറനിരപ്പിൽ നിന്നും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഓർമ്മിക്കുക. തറനിരപ്പിൽ നിന്ന് 4 അടിയോളം താഴ്ചയിലാണ്. എല്ലാ പ്രതിഷ്ഠകളും ഉയരത്തിലാണെങ്കിൽ ഇത് താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ചേർത്തല പട്ടണ മധ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊടിയേറ്റിന് മുമ്പ് ഉത്സവം ആരംഭിക്കുന്ന ക്ഷേത്രമാണ്. കാർത്യായനി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കോഴിയങ്കവും പൂരപ്പാട്ടും നടത്തുന്ന ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ടതാണ്. തറനിരപ്പിൽ നിന്ന് 4 അടിയോളം താഴ്ചയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കാണുന്നത്. പിന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് തടി വഴിപാട്. അതായത് ഒരു കുഴമ്പുണ്ടാക്കും. ആ കുഴമ്പിന് ഉപയോഗിക്കുന്നത് അരിപ്പൊടി, തേൻ, പഴം, മുന്തിരിങ്ങ, കൽക്കണ്ടം, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി ഇത്രയും ചേർത്തുകൊണ്ട് കുഴമ്പ് രൂപത്തിൽ ഉണ്ടാക്കി പാളയിൽ, നിങ്ങൾ വീഡിയോ കിട്ടും, അതിൻ്റെ യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ കിട്ടും, പാളയിൽ റൗണ്ട് രൂപത്തിൽ അല്ലെങ്കിൽ വൃത്താകൃതിയിൽ അതിനകത്താക്കിയിട്ട് ഈ കുഴമ്പ് അകത്താക്കിയിട്ട് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് അത് ചുട്ടെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഔഷധമായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ തടി വഴിപാട് എന്ന് അറിഞ്ഞാൽ മതി. തടി വഴിപാട് എവിടെയാണ്? ഈ കാർത്യായനി ക്ഷേത്രം. ഞാൻ സ്ലൈഡിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കുഴൽ രൂപത്തിൽ ചുരുട്ടിയെടുത്ത പാളയിൽ ഈ മിശ്രം നിറച്ച് മണ്ണിൽ കുഴിച്ചിട്ട് മീതെ തീയിട്ട് ചുട്ടെടുക്കുന്നു. രോഗശാന്തിക്കായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ആലപ്പുഴ പട്ടണ മധ്യത്തിലാണ്. കൊടിയേറ്റിന് മുമ്പ് ഉത്സവം ആരംഭിക്കുന്നു. കാർത്യായനി ദേവിയാണ്. കോഴിയങ്കം പൂരപ്പാട്ട് ഓർമ്മിക്കുക. തറനിരപ്പിൽ നിന്ന് 4 അടിയോളം താഴ്ചയിലാണ് എന്ന് ഓർമ്മിക്കുക. പിന്നെ തടി വഴിപാട് ഓർമ്മിക്കുക. ഇനി അടുത്ത മാരാരിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. മാരൻ, കാമദേവൻ, അതിൻ്റെ കാമദേവൻ്റെ അരി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ശത്രു എന്നാണ്. ഏകദേശം 700ഓളം വർഷം പഴക്കമുള്ള വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ഈ മാരാരിക്കുളം ക്ഷേത്രം. മാരൻ്റെ അരി ആരാണ്, ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് മഹാദേവനാണ്. അപ്പോൾ ഇതൊരു മഹാദേവ ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം, ഈ പേര് വന്നതും അങ്ങനെയാണ്. മാരാരിക്കുളം പഞ്ചായത്തിൽ VS അച്യുതാനന്ദനൊക്കെ MLA ആയിട്ടുള്ള ഈ മാരാരിക്കുളം മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന, മാരാരിക്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മാരാരിക്കുളം ക്ഷേത്രം. വില്ലുമംഗല സ്വാമിയാറാണ് കേരളത്തിലെ പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയും അധിപനായിരുന്ന പ്രതിഷ്ഠിച്ച വില്ലുമംഗല സ്വാമിയാറാണ്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യത്തിലുണ്ടായിരുന്ന ആ വില്ലുമംഗല സ്വാമിയാറാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. സ്വയംഭൂവായ ശിവനും പാർവതിയും മുഖാമുഖം, സ്വയംഭൂവായ ശിവനും പാർവതിയും മുഖാമുഖം നോക്കിയിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളൊന്നും ഓർമ്മിക്കുക. ശിവനും പാർവതിയും മുഖാമുഖം നോക്കുന്ന ക്ഷേത്രമാണിത്, പ്രതിഷ്ഠ ഇരിക്കുന്ന ക്ഷേത്രമാണിത്. മാരാരി അഥവാ മാരൻ്റെ ശത്രു കുളത്തിലിരിക്കുന്നതിനാൽ സ്ഥലത്തിന് മാരാരിക്കുളം എന്ന പേര് വന്നു. പഴയൊരു കുളത്തിൽ മാരൻ്റെ ശത്രുവായിട്ടുള്ള മഹാദേവൻ അല്ലെങ്കിൽ കാമദേവനെ നിഗ്രഹിച്ച കാമദേവന് ശത്രു എന്നറിയപ്പെടുന്ന ആ സ്ഥലം എന്ന അർത്ഥത്തിലാണ് കാലാന്തരത്തിൽ ഇത് മാരാരിക്കുളമായി മാറിയതെന്ന് ഒരു വിശ്വാസമുണ്ട്. അപ്പം മാരാരി എന്ന് വെച്ചാൽ ശിവനാണെന്ന കാര്യം ഓർമ്മിക്കുക.
അപ്പോൾ ഓർമ്മിക്കുക, ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നു. വില്ലുമംഗലം സ്വാമി നിർമ്മിച്ച ക്ഷേത്രമാണിത്. സ്വയംഭൂവായ ശിവനും പാർവതിയും മുഖാമുഖം സ്ഥാനമായിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളൊന്നാണിത്. മാരാരിക്കുളം എന്ന പേര് വന്നതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പടനിലം പരബ്രഹ്മ ക്ഷേത്രം. പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രവുമായിട്ട് സാമ്യതയുള്ള ഒരു രീതികളാണ് ഇവിടെ ഉള്ളത്. അവിടെയും പരബ്രഹ്മമാണ്. അതായത് വിശ്വം മുഴുവൻ കാക്കുന്ന ദേവന് അമ്പലം വേണ്ട എന്ന അർത്ഥത്തിൽ അവിടെയും അതുപോലെ തന്നെ ഇവിടെയും മേൽക്കൂര ഇല്ലാത്തതും ആൽമരം, മാവ്, പ്ലാവ്, ഇലഞ്ഞി, മറ്റ് വള്ളിപ്പടപ്പുകൾ എല്ലാം ചേർന്ന പ്രകൃതി രമണീയമായ ഒരു ശ്രീലകം മാത്രമേ, പിന്നെ പടിഞ്ഞാറോട്ട് അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നതുമായ ഈ ക്ഷേത്രം അതിന് മേൽക്കൂരയില്ല. അപ്പോൾ ഓർമ്മിക്കുക, സ്വയംഭൂവായ ക്ഷേത്രമാണിത്. ചുറ്റമ്പലവും ഗോപുരവും പടനില ക്ഷേത്രത്തിനില്ല, മേൽക്കൂരയില്ല, ചുറ്റമ്പലമില്ല, പിന്നെ ഗോപുരമില്ല, ശ്രീകോവിലേ ഇല്ല. മേൽക്കൂര ഇല്ലാത്തതാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ്, തിരുവാങ്കൂറിലെ ക്ഷേത്രമാണിത്. അപ്പോൾ പടനിലം പരബ്രഹ്മ ക്ഷേത്രം, 2 പരബ്രഹ്മ ക്ഷേത്രം തിരുവാങ്കൂറിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് ഒച്ചറ പരബ്രഹ്മ ക്ഷേത്രവും ഒന്ന് പടനിലം പരബ്രഹ്മ ക്ഷേത്രവും. പിന്നെ ഓങ്കാര പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ദേവൻ അവിടെ അല്ലാതെ ഒരു ദേവൻ്റെ പ്രതിമയൊന്നും അല്ല ഉള്ളത്. ഓങ്കാരം ഭൂമി രൂപം കൊണ്ട ശേഷം ആദ്യമുണ്ടായ ശബ്ദമായിട്ട് നമ്മൾ ഹിന്ദു മതക്കാർ കരുതുന്ന ഓങ്കാര പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും പലതരത്തിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. വേറെ അമിതമായ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ പ്രശസ്തമായ ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ്. പിന്നെ ശബരിമലയുടെ മൂലസ്ഥാനമായിട്ട് കാണുന്ന ക്ഷേത്രമാണ്. അത് വേറെയും 1-2 ക്ഷേത്രങ്ങൾ പറയുന്നുണ്ട്. വിശ്വാസപരമായ കാര്യമായതുകൊണ്ട്, കൃത്യമായി എവിഡൻസ് പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഇതും അങ്ങനെ കരുതിയേ പറ്റൂ. ഇവിടെ പ്രഭാസത്യകനായ ഭാര്യയോടും മകനോടും ഇരിക്കുന്ന ധർമ്മശാസ്താവ്, പ്രഭാസത്യക സമേതനായ ധർമ്മശാസ്താവ് തന്നെയാണെങ്കിലും അതിനോടൊപ്പം ഉള്ള സുബ്രഹ്മണ്യ സ്വാമി നിലകൊള്ളുന്നു. ഓർമ്മിക്കുക, ഇതിൻ്റെ പ്രത്യേകത അതാണ്. നമ്മുടെ പല ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളും പഠിച്ചപ്പോൾ അവിടെയെല്ലാം പ്രഭാസത്യകനായ ശാസ്താവ് ഉണ്ടെങ്കിലും അതിനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു ദേവനില്ല, ഉപദേവന്മാരുണ്ടായിരുന്നു. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയും തുല്യ പ്രാധാന്യത്തോടെ നിലകൊള്ളുന്നു. മാത്രമല്ല, പിതൃതർപ്പണത്തിന് നമ്മുടെ പരശുരാമ ക്ഷേത്രം പോലെ, വർക്കല പാപനാശം പോലെ തന്നെ, അല്ലെങ്കിൽ തിരുനെല്ലി ക്ഷേത്രം പോലെ, വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രം പോലെ തന്നെ പിതൃതർപ്പണത്തിന് വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. സമുദ്രത്തിലാണ് ഇവിടുത്തെ ഉത്സവത്തിന് ആറാട്ട് നടക്കുന്നത്. പിതൃതർപ്പണവും ഇതിനോട് ചേർന്ന സമുദ്രഭാഗത്ത് തന്നെയാണുള്ളത്. പിന്നെ ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്ന ഒരു അപരനാമമാണ് പടിഞ്ഞാറേ 18-ാം പടി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തൃക്കുന്നപ്പുഴ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ശാസ്താക്ഷേത്രമാണ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നു. പ്രഭാസത്യകനെ മകനോടും ഭാര്യയോടൊപ്പം ഇരിക്കുന്ന ശാസ്താവാണ്. തുല്യ പ്രാധാന്യത്തോടു കൂടി സുബ്രഹ്മണ്യ സ്വാമിയും സ്ഥിതി ചെയ്യുന്നു. പിതൃതർപ്പണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത്. പിന്നെ പടിഞ്ഞാറെ 18-ാം പടി എന്ന അപരനാമമുള്ള ക്ഷേത്രമാണ്. വൃശ്ചിക മാസത്തിലെ ഉത്രം നാളിൽ ആറാട്ട് വരത്തക്ക വണ്ണം 10 ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രം നടക്കുന്നത്. പിന്നെ മീനമാസത്തിലെ പൈങ്കുനി ഉത്തര മഹോത്സവവും പിന്നെ സ്കന്ദഷഷ്ടിയും എല്ലാം, കാരണം സുബ്രഹ്മണ്യ സ്വാമി ഉള്ളതുകൊണ്ട് തന്നെ സ്കന്ദഷഷ്ടിയും എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ അത് നമ്മുടെ പരീക്ഷയ്ക്ക് വരാറില്ല ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. നമ്മൾ 7-8 ക്ഷേത്രങ്ങൾ പഠിച്ചു. എല്ലാം വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രത്യേകതകൾ ഉള്ളതുമാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.